എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് Cherrypicks. ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. നമ്മൾ ഉള്ളി വഴറ്റി ഒന്നും വേണ്ട. അപ്പോൾ ചപ്പാത്തിയുടെയൊക്കെ കൂടെ രാവിലെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി, അല്ലെങ്കിൽ ഗസ്റ്റ് വരുന്നു, സമയമില്ല, അല്ലെങ്കിൽ മടിയുള്ളപ്പോൾ, അല്ലെങ്കിൽ ബിരിയാണിയും ഫ്രൈഡ് റൈസിൻ്റെയൊക്കെ കൂടെ ഒരു ചിക്കൻ കറി ഉണ്ടാക്കേണ്ട, അപ്പോൾ വഴറ്റിയൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കണം. ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. 1 കിലോ ചിക്കനുള്ള റെസിപ്പിയാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്, 4 മീഡിയം സൈസിലുള്ള സവോള എടുത്തിട്ടുണ്ട്. ഇതിന് പകരം 3 വലിയ സവോള എടുത്താലും മതി. 10-12 അല്ലി വെളുത്തുള്ളി വേണം, വലുതായതുകൊണ്ടാണ് ഞാൻ 8-9 എടുത്തിരിക്കുന്നത്. പിന്നെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണവും 3-4 പച്ചമുളകും വേണം. ഇതുകൂടാതെ നമുക്ക് കറിവേപ്പിലയും വേണം. അപ്പോൾ ഇത് ഇത്രയും നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. സവാള ഇതുപോലെ 8ആയിട്ട് മുറിച്ച് കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. അതുപോലെ ബാക്കിയെല്ലാം സ്ലൈസ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനിയെല്ലാം വളരെ എളുപ്പമാണ്. വലിയൊരു പാത്രം എടുക്കാം. ഞാൻ വലിയൊരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും തക്കാളിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചെറിയ ചൂടിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുവാണ്. നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പാത്രത്തിൻ്റെ ചൂടിൽ ചിലപ്പം പൊടി കരിയാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു മണം വരുന്നിട വരെ നമ്മളിത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതും നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കടായിലോട്ട് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇതിത്രയും നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ കൈ വെച്ച് ഞെവിടി വേണം കുഴച്ചെടുക്കാനായിട്ട്. വെറുതെ മിക്സ് ചെയ്താൽ പോലെ നല്ല ഞെവിടി തക്കാളിയൊക്കെ ഉടയുന്ന രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി കുഴച്ചെടുക്കുന്ന സമയത്തൊക്കെ നല്ലൊരു മണമാണ്. ആ ചൂടാക്കിയ പൊടിയും വെളിച്ചെണ്ണയുടെയും ഉള്ളിയുടെ എല്ലാം കൂടെ നല്ലൊരു മണം വരും. അപ്പോൾ നമ്മളിത് നല്ല ഉടയുന്ന രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരുമിച്ചിട്ട് കുഴക്കരുത്. ആദ്യം ഇതെല്ലാം കുഴച്ചെടുത്തതിന് ശേഷം വേണം ചിക്കൻ ചേർത്ത് കൊടുക്കാനായിട്ട്. ചിക്കനും കൂടെ ചേർത്ത് ഒന്നും കൂടെ നല്ലപോലെ ഇത് കുഴച്ചെടുക്കുക. ഞാൻ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ മസാലയൊക്കെ ചിക്കനിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയം കൊണ്ട് ചപ്പാത്തി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. കുക്കറിലാണ് നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. കുക്കർ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണയും നെയ്യും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് 3 ഏലയ്ക്ക, 4 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, 1 ബേ ലീവ്സ് ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒരു മണം വരുന്നിട വരെ മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, എങ്കിലും ഇതുണ്ടെങ്കിലാണ് ഒരു ടേസ്റ്റ്. ഞാൻ കയന്ന് പോകുന്ന തേങ്ങയൊക്കെ ഇതുപോലെ ഫ്രീസറിലോ ഒക്കെ അല്ലെങ്കിൽ എയർ ടൈറ്റ് ബോക്സിലിട്ട് വെക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ എടുത്ത് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം ഒന്നും എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം. നേരിട്ട് നമ്മൾ കുഴച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസവും ഒരു ചുവയൊക്കെ വരും. അതുകൊണ്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഇരിക്കുന്ന ചിക്കനും മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വഴറ്റേണ്ട ഒന്നും ആവശ്യമില്ല. ഞാൻ ഉപയോഗിച്ച കടായി ഒന്ന് 1 ഗ്ലാസ് വെള്ളം മാത്രം ഉപയോഗിച്ചൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം ഒഴിക്കാതെ കുക്ക് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ 2-3 വിസിലിനാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇവിടത്തേക്ക് ചിക്കൻ അങ്ങനെ അധികം വേവില്ല. അപ്പോൾ ചിക്കൻ്റെ വേവ് അനുസരിച്ച് വിസിൽ കൂടുതൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു 3 വിസിലായപ്പോഴാണ് ഞാനിത് തുറന്ന് നോക്കുന്നത്. നമ്മൾ ഒരിക്കലും കുക്കർ തുറന്ന ഉടനെ കറി റെഡിയാവുമെന്ന് വിചാരിക്കരുത്. ഒരു 4-5 മിനിറ്റോ ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് തിളപ്പിച്ച് കുറുക്കി വേണം എടുക്കാനായിട്ട്. അപ്പോഴാണ് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയും ഒരു ടേസ്റ്റും ഒക്കെ വരുന്നത്. ഈ സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ റെഡിയാവും. അത്രയും എളുപ്പത്തിലുള്ളൊരു കറിയാണ്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അതുപോലെ നമ്മുടെ ചാനലിൽ കാണാൻ താല്പര്യമുള്ള റെസിപ്പീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കോഴിക്കറിയാണ്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.